ഖുർആൻ ആസ്വാദനം രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 11-12 ആയത്തുകൾ. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قَالُوا إِنَّمَا نَحْنُ مُصْلِحُونَ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ നന്നാക്കുന്നവർ മാത്രമാണല്ലോ എന്നായിരിക്കും അവർ പറയുക. أَلَا إِنَّهُمْ هُمُ الْمُفْسِدُونَ وَلَكِنْ لَا يَشْعُرُونَ. അല്ല, അവർ തന്നെയാണ് കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. وَإِذَا قِيلَ لَهُمْ لَا تُفْسِدُوا فِي الْأَرْضِ قالوا എന്നുള്ളിടത്ത് നീട്ടാവുന്നതാണ്. നിർബന്ധമല്ല, ജായിസായ അനുവദനീയമായ നീട്ടലാണ്. നീട്ടുന്നുണ്ടെങ്കിൽ 4-5 ഹർക്കത്തിൻ്റെ അളവിലാണ് നീട്ടേണ്ടത്. ഖാലൂ ഇന്നമ, നൂനിന് ഷദ്ദ് വന്നതുകൊണ്ട് ഒന്ന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ആയത്തിൻ്റെ അവസാനത്തിലുള്ള ദൈർഘ്യം 2, 4, 6 ഹർക്കത്തിൻ്റെ അളവ് വരെ നീട്ടാവുന്നതാണ്. അലാ ഇന്നഹും, അലാ എന്നുള്ളിടത്തും മുൻഫസിലായിട്ടുള്ള നിർബന്ധമില്ലാത്ത എന്നാൽ അനുവദനീയമായ മദ്ദാണ്. നീട്ടുന്നുണ്ടെങ്കിൽ 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടാം. ഇന്നഹും, നൂനിന് ഷദ്ദ് വന്നു, ഗുന്ന കൊടുത്ത് മണിച്ച് ഓതാം. ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. വലാകിൻ എന്നതിന് ശേഷം ല എന്ന് വന്നതുകൊണ്ട് വലാകിൻ എന്നുള്ള നൂൻ കേൾക്കാതെ വലാകിൻ ല കി എന്നുള്ളത് ലാമിലേക്ക് ചേർത്ത് മണിക്കാതെ വലാകില്ല എന്ന് പറയാൻ പാടില്ല. വലാകിൻ ലാ യശ്ഉറൂൻ എന്നോതുക. മക്കയിലും മദീനയിലുമെല്ലാം 3 തരം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടാനുണ്ടായിരുന്നു. ശക്തരായ വിശ്വാസികളും കഠിനരായ അവിശ്വാസികളും 2 തീവ്രതകളിൽ നിലകൊണ്ട് അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോൾ തന്നെ മൂന്നാമത് ഒരു വിഭാഗം കൂടി ആ സമൂഹങ്ങളിലെല്ലാം ഉണ്ടായിരുന്നതായി കാണാനാവും. അവർ വിശ്വാസികളല്ല, അവിശ്വാസത്തിൽ തീവ്ര നിലപാട് പ്രകടിപ്പിക്കുന്നവരല്ല എന്ന രീതിയിലാണ് അവർ പ്രത്യക്ഷപ്പെടുക. അവിശ്വാസികളോടൊപ്പം തന്നെ നിലകൊള്ളുമ്പോൾ വിശ്വാസികളോട് നിങ്ങൾ എന്തിനാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ഗുണകാംക്ഷാരൂപത്തിൽ ചോദിക്കുന്നവർ. എന്തുകൊണ്ട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി പരസ്പരം സഹകരിച്ചുകൂടെന്ന നന്മ ഉപദേശിക്കുന്നവർ. വിശ്വാസികൾ അള്ളാഹുവിനെ ആരാധിക്കട്ടെ, അവിശ്വാസികൾ വിഗ്രഹങ്ങളെ ആരാധിക്കട്ടെ. പരസ്പരം വിമർശിക്കാതെ പൊരുത്തപ്പെട്ട് 2 കൂട്ടരും കഴിഞ്ഞാൽ പോരെ എന്ന് നിർദ്ദേശിക്കുന്നവർ. അവർ സ്വയം പറയുന്നത് തങ്ങൾ നന്നാക്കുന്നവരാണെന്നാണ്. ബന്ധങ്ങൾ കൂട്ടിയിണക്കുന്നവരും സമൂഹത്തിൽ നന്മ വരുത്തുന്നവരുമാണ് തങ്ങളെന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ സത്യമത പ്രബോധകരെ ഭിന്നിപ്പിക്കുന്നവരാക്കി ചിത്രീകരിക്കുകയെന്ന യഥാർത്ഥ കുഴപ്പം സൃഷ്ടിക്കുന്നത് അവരാണ്. വെളിച്ചത്തിലേക്ക് നയിക്കാനായി നിയോഗിതനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഭിന്നിപ്പുകാരായി ചിത്രീകരിക്കുന്നത് വഴി സത്യമത പ്രബോധനത്തെ തടസ്സപ്പെടുത്തുകയെന്ന വലിയ കുഴപ്പമുണ്ടാക്കുന്നവരാണ് അവർ. നന്നാക്കുന്നവരായി സ്വയം അവരോധിതരാവുന്ന അവർ അറിയുന്നില്ല അവരുണ്ടാക്കുന്ന കുഴപ്പത്തിൻ്റെ ആഴം എത്രയാണെന്ന്. അവിശ്വാസത്തിൻ്റെ കണ്ണടയിലൂടെ നോക്കുന്നതിനാൽ തങ്ങൾ ചെയ്യുന്ന ദ്രോഹം എത്രത്തോളം മാരകമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ കണ്ണട മാറ്റാതെ അവർക്ക് അതൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല. മക്കയിൽ മുശ്രിക്കുകളായി അറിയപ്പെടുന്ന ചിലരായിരുന്നു ഈ മൂന്നാമത്തെ റോളിലെങ്കിൽ മദീനയിലെത്തിയപ്പോൾ ഈ റോൾ ഏറ്റെടുത്തത് മുനാഫിക്കുകളാണ്. മക്കയിൽ അവിശ്വാസികളോടുള്ള സമീപനം തന്നെയായിരുന്നു ഇവരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വെച്ചു പുലർത്തിയത്.
അവരൊന്നും തന്നെ മുസ്ലിങ്ങളായി സ്വയം അവരോധിതരായിരുന്നവരായിരുന്നില്ല എന്നതിനാൽ തന്നെ ആ സമീപനത്തിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. മദീനയിലാകട്ടെ മുസ്ലിം കുപ്പായമിട്ട ചിലരാണ് ഈ നന്നാക്കലിൻ്റെ ആളുകളായി രംഗത്ത് വരുന്നത്. നമുക്കെന്തുകൊണ്ട് ജൂതന്മാരുമായി നീക്കുപോക്കുകളായിക്കൂടാ എന്നാണ് അവരുടെ ചോദ്യം. ജൂതന്മാരുമായി നല്ല നിലയിൽ വർത്തിക്കുന്നത് പ്രവാചകൻ വിരോധിച്ചിട്ടില്ല. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന കരാറുകളിൽ പ്രവാചകൻ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും പോരാ ഈ നന്നാക്കലുകാർക്ക്. ജൂതന്മാർ നാടിനെ തകർക്കുന്ന പണികളിൽ ഏർപ്പെടുമ്പോഴും അവരോട് കാരുണ്യത്തോടു കൂടി പെരുമാറണം. അവർ ചെയ്യുന്ന ക്രൂരതകളെല്ലാം കണ്ടില്ലെന്ന് നടിക്കണം. മുസ്ലിം സമൂഹത്തിൻ്റെ നാശമുണ്ടാക്കുന്ന ജൂതപ്രവർത്തനങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറണം. ഇത്തരം നിർദ്ദേശങ്ങൾ വയ്ക്കുന്നവർ പറയുന്നത് തങ്ങൾ നന്നാക്കുന്നവരാണ് എന്നാണ്. സമൂഹത്തിൽ കുഴപ്പങ്ങളില്ലാതെ എല്ലാവരും ജീവിക്കുന്ന സ്ഥിതിയുണ്ടാകണമെന്നാണ് അവരുടെ ന്യായം. പക്ഷേ യഥാർത്ഥത്തിൽ അവരാണ് കുഴപ്പക്കാർ. മുസ്ലിം സമൂഹത്തെ തകർക്കാനുള്ള ഗൂഢാലോചനകൾക്ക് കൂട്ടുനിൽക്കുകയാണ് അവർ. നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുതെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് മുനാഫിക്കുകൾ ഞങ്ങൾ നന്നാക്കുന്നവർ മാത്രമാണല്ലോ എന്ന അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണ സംവിധാനത്തിന് കീഴിൽ ശാന്തിയോടെ മുന്നോട്ട് പോകുന്ന മദീന രാജ്യത്ത് ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് മുനാഫിക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ കുഴപ്പം. അവസാന നാളുവരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ മാതൃകയായ ഉത്തമ സമൂഹം രൂപം കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതിനേക്കാൾ വലിയ കുഴപ്പമെന്താണുള്ളത്? മുസ്ലിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉള്ളിലൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുകയും മുസ്ലിങ്ങൾക്കെതിരെ ചാരപ്രവർത്തനങ്ങൾ നടത്തുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയുമെല്ലാം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഛിദ്രതയും വെറുപ്പും സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ അപരാധം എന്താണുള്ളത്? അത് ചെയ്യരുതേ എന്ന് സമൂഹത്തിൻ്റെ നന്മയാഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മറുപടി ഞങ്ങൾ ചെയ്യുന്നത് നന്നാക്കലാണ് എന്നാണ്. അവരുടെ നന്നാക്കൽ വഴി യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് നാശമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും അത്തരക്കാർക്കുണ്ടാവാറില്ല. ഇതായിരുന്നു മദീനയിലെ മുനാഫിക്കുകളുടെ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന ഗുണകാംക്ഷയോടുള്ള പ്രതികരണം. സമുദായത്തെ നന്നാക്കാൻ വേണ്ടി എന്ന പുറംമോടിയോടെ വ്യാപകമായ കുഴപ്പങ്ങൾക്ക് വഴിമരുന്നിടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം എന്നും ബാധകമാണ് അവർ തന്നെയാണ് കുഴപ്പക്കാർ എന്ന ഖുർആനിൻ്റെ ശങ്കയില്ലാതെയുള്ള വർത്തമാനം. അല്ല, അവർ തന്നെയാണ് കുഴപ്പക്കാർ. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ എന്ന ഖുർആൻ പ്രയോഗം ശ്രദ്ധേയമാണ്. ആയത്തിൻ്റെ തുടക്കത്തിലുള്ള അല ഞങ്ങൾ നന്നാക്കുന്നവർ മാത്രമാണല്ലോ എന്ന മുനാഫിക്കുകളുടെ അവകാശവാദത്തെ നിഷേധിക്കുകയും പറയാൻ പോകുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ്. അതിനുശേഷം അവർ കുഴപ്പക്കാരാണ് എന്ന് മാത്രമാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹുമുൽ മുഫ്സിദൂൻ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. കുറച്ചുകൂടി ശക്തമായി പറയാനാണെങ്കിൽ ഇന്നഹുമുൽ മുഫ്സിദൂൻ എന്ന് പ്രയോഗിച്ചാൽ അവർ തന്നെയാണ് കുഴപ്പക്കാർ എന്ന ആശയവും ലഭിക്കും. എന്നാൽ ഖുർആൻ അവിടെയൊന്നും നിർത്തുന്നില്ല. അല്ല, അവർ തന്നെയാണ് കുഴപ്പക്കാർ. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ എന്ന പ്രയോഗം ആര് എത്ര എങ്ങനെ ന്യായീകരിച്ചാലും അവർ കുഴപ്പക്കാരല്ലാതായി തീരുകയില്ല എന്ന വലിയ ആശയത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. ആദർശം ഉള്ളിലില്ലെങ്കിലും മുസ്ലിം കുപ്പായമിട്ട് നന്മയുണ്ടാക്കുന്നവരായി സ്വയം ചമയുന്ന മദീനയിലെ മുനാഫിക്കുകളെ കുറിച്ചാണ് അവർ തന്നെയാണ് കുഴപ്പക്കാർ എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക ആദർശത്തിൻ്റെ വിലയോ വ്യതിരിക്തതയോ മനസ്സിലാക്കാതെ ഐക്യത്തിന് വേണ്ടി ആദർശം മാറ്റിവെക്കാൻ ഉപദേശിക്കുന്നവർ സത്യമത പ്രബോധകരെ കുഴപ്പക്കാരായി ചിത്രീകരിക്കുകയാണ് എക്കാലത്തും ചെയ്യാറുള്ളത്. അല്ല, അവർ തന്നെയാണ് കുഴപ്പക്കാർ എന്ന ഖുർആൻ പ്രയോഗം അത്തരം നന്നാക്കലുകാരെ കുറിച്ച് കൂടിയുള്ളതാണ്.